ഐതിഹ്യമാല അധ്യായം 23. തിരുനക്കര ദേവനും അവിടുത്തെ കാളയും. തിരുവിതാംകൂറിൽ കോട്ടയം പട്ടണത്തിന്റെ മധ്യഭാഗത്തുള്ള തിരുനക്കര ക്ഷേത്രത്തെപ്പറ്റി പലരും കേട്ടിരിക്കുവാനിടയുണ്ട്. അവിടുത്തെ സ്വയംഭൂവായ ശിവനെയും കാളയെയും പറ്റിയുള്ള ഐതിഹ്യങ്ങൾ വായനക്കാർക്ക് രസാവഹങ്ങളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പണ്ടൊരു തെക്കങ്കൂർ രാജാവിന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭജനം പതിവുണ്ടായിരുന്നു. ഒരു മാസത്തിന്റെ അവസാന ദിവസം അവിടെ എത്തിയാൽ അന്നും പിറ്റേ ദിവസവുമായി 2 മാസത്തെ തൊഴുക കഴിച്ച് പോരാമല്ലോ. അങ്ങനെയാകുമ്പോൾ ആണ്ടിൽ 6 യാത്ര കൊണ്ട് കഴിക്കാമായല്ലോ എന്ന് വിചാരിച്ച് ആ തമ്പുരാൻ അപ്രകാരമാണ് അത് നടത്തിപ്പോന്നത്. അങ്ങനെ വളരെ കാലം അദ്ദേഹം അത് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു. കാലക്രമേണ ആ തമ്പുരാന് പ്രായാധിക്യവും രോഗപീഠകളും നിമിത്തം അന്യദേശ സഞ്ചാരം ദുസ്സാധ്യമായി തീർന്നു. പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ ശക്തനല്ലാതെ ആയിട്ടും ഈശ്വര ഭക്തനായ അവിടേക്ക് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭജനം മുടക്കുന്നതിന് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു മാസാന്ത്യ ദിവസത്തിൽ ആ തമ്പുരാൻ പരിവാരസമേതം തൃശ്ശൂരിലെത്തി. വളരെ പ്രയാസപ്പെട്ട് ഒരുവിധം കുളിയൊഴിഞ്ഞ് പരസഹായത്തോടുകൂടി വടക്കുനാഥന്റെ നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട്, അല്ലയോ ഭക്തവത്സലനായ ഭഗവാനെ, എൻ്റെ ഈ നിയമം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുകയില്ലെന്നുള്ളത് എനിക്ക് വളരെ സങ്കടമാണ്. ഇവിടെ വന്ന് ദർശനം കഴിച്ചു പോകുവാൻ ഞാൻ ശക്തനല്ലാതെയും തീർന്നിരിക്കുന്നു. അതിനാൽ കഴിയുന്നതും വേഗത്തിൽ എന്നെ അവിടുത്തെ തൃപ്പാദര വിന്ധനങ്ങളിൽ ചേർത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് അത്താഴം കഴിഞ്ഞ് തമ്പുരാൻ കിടന്നുറങ്ങിയ സമയം ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, ഇനി എന്നെ കാണുവാനായി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ നക്കരക്കുന്നിൽ വന്നേക്കാം. എൻ്റെ പുരോഭാഗത്ത് വൃഷഭനും എൻ്റെ പാർശ്വൽ ഭാഗത്ത് ഒരു വെളുത്ത ചെത്തിയും കാണപ്പെടും എന്ന് പറഞ്ഞതായി തോന്നി. ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ആരെയും കണ്ടില്ല. ഇത് വടക്കുനാഥൻ തന്നെക്കുറിച്ച് പ്രസാദിച്ചിട്ട് അടുക്കൽ വന്ന് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം പതിവ് പോലെ ദേവദർശനവും ഭക്ഷണവും കഴിച്ച് തമ്പുരാൻ തൃശ്ശൂർ നിന്നു പോന്നു. മടങ്ങിപ്പോരും വഴി തമ്പുരാൻ വൈക്കത്ത് പെരുന്തൃക്കോവിൽ അപ്പനെ കൂടി തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. തൊഴുവാനായി അമ്പലത്തിൽ ചെന്നപ്പോൾ താടിയും തലയും വളർത്തി രുദ്രാക്ഷ മാലകളും ഭസ്മവും ധരിച്ച് പരവശനായ ഒരു ബ്രാഹ്മണനെ അവിടെ കണ്ടിട്ട് അദ്ദേഹം ആരാണെന്നും മറ്റും തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലരോട് ചോദിച്ചു. അപ്പോൾ ഒരാൾ അദ്ദേഹം ഒരു നമ്പൂരിയാണെന്നും ഇല്ലം വൈക്കത്ത് തന്നെ ആണെന്നും ഇല്ലപ്പേര് പേരേപ്പറമ്പ് എന്നാണെന്നും ദാരിദ്ര്യ ദുഃഖം സഹിക്കുവാൻ വയ്യാതെയായിട്ട് വൈക്കത്തപ്പനെ സേവിക്കുകയാണെന്നും സൽവസര ഭജനം കഴിഞ്ഞിട്ട് 2-3 ദിവസമായെന്നും അദ്ദേഹത്തിന് നിത്യവൃത്തിക്ക് തന്നെ യാതൊരുമെന്നും ഇല്ലെന്നും 4-5 പെൺകിടാങ്ങളെ വേളി കഴിച്ച് കൊടുക്കുവാൻ വൈകിയിരിക്കുന്നുണ്ടെന്നും മറ്റുമുള്ള വിവരം തമ്പുരാനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. അത് കേട്ട് തമ്പുരാൻ ആ നമ്പൂരിയെ അടുക്കൽ വിളിച്ച്, എൻ്റെ കൂടെ പോരാമെങ്കിൽ 1-2 പെൺകൊടയ്ക്ക് വേണ്ടിവരുന്ന വക ഉണ്ടാക്കി തന്നയക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഏറ്റവും സന്തുഷ്ട മനസ്കനായ ഭാവിച്ച നമ്പൂതിരി കൽപ്പന പോലെ ചെയ്യാമെന്ന് പറയുകയും തമ്പുരാൻ പോന്നപ്പോൾ ഒരുമിച്ച് പോരുകയും ചെയ്തു. അന്ന് തെക്കങ്കൂർ രാജാക്കന്മാർക്ക് രാജവാഴ്ചയുള്ള കാലമായിരുന്നു. അവരുടെ രാജധാനി അന്നിപ്പോൾ തിരുനക്കര ക്ഷേത്രമായിരുന്ന സ്ഥലത്ത് നിന്ന് 1 നാഴിക വടക്കു മാറി തളിയിൽ എന്ന സ്ഥലത്തായിരുന്നു. അതിനാൽ പേരേപ്പറമ്പ് നമ്പൂതിരി തെക്കങ്കൂർ രാജാവിനോടും കൂടി അവിടെ വന്ന് താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് പേരേപ്പറമ്പ് നമ്പൂതിരി ഒരു ദിവസം തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചും കൊണ്ട് തിരുനക്കര സ്വാമിയാരെ മഠത്തിലേക്ക് പോന്നു. സ്വാമിയാരെ കണ്ട് തന്റെ സ്ഥിതി അറിയിച്ചാൽ വല്ലതും സഹായമുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് നമ്പൂരി പോയത്. അപ്രകാരം അദ്ദേഹം സ്വാമിയാരെ കണ്ട് വിവരമറിയിക്കുകയും ചാതുർമാസ്യം അടുത്തിരിക്കുന്നതിനാൽ നമ്പൂരി അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നും വല്ലതും സ്വല്പമായിട്ടെങ്കിലും സഹായിക്കാമെന്നും സ്വാമിയാർ അരുളി ചെയ്യുകയും ചെയ്തു. അതിനാൽ നമ്പൂരി അവിടെ താമസിച്ചു. ഇപ്പോൾ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അന്നും വെറും കാടായിട്ട് കിടക്കുകയായിരുന്നു. നക്കരക്കുന്ന് എന്നാണ് ആ സ്ഥലത്തിന് അന്നും പേര് പറഞ്ഞു വന്നിരുന്നത്. അവിടെ ദേവസാന്നിധ്യവും ക്ഷേത്രവും ഉണ്ടായതിൻ്റെ ശേഷവുമാണ് നക്കര തിരുനക്കരയായത്. നക്കര തന്നെ നൽക്കര ലോപിച്ചുണ്ടായതുമാണ്. സ്വാമിയാർ മഠത്തിലെ
ഭൃത്യന്മാർ ആ കുന്നിൻപുറത്ത് ചേന, ചേമ്പ് മുതലായവ കൃഷി ചെയ്യുക പതിവായിരുന്നു. ചാതുർമാസ്യം കഴിയുന്ന ദിവസം സ്വാമിയാർ മഠത്തിൽ ചുരുക്കത്തിലൊരു സദ്യ പതിവുള്ളതിനാൽ അന്ന് രാവിലെ ആ ബാല്യക്കാരിൽ 2 പേർ ചേര പഴിക്കുവാനായിട്ട് ഒരു മൺവെട്ടി എടുത്തൊന്ന് വെട്ടിയപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹം ഉണ്ടാകുകയും അത് കണ്ടവർ ഭയപ്പെട്ട് ഓടിച്ചെന്ന് വിവരം സ്വാമിയാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. സ്വാമിയാർ അത് കേട്ട് അവിടെ ചെന്ന് മണ്ണ് മറിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം മുളച്ചിരിക്കുന്നതായി കണ്ടു. ഇങ്ങനെ സ്വയംഭൂവായിട്ടുള്ള ബിംബം കണ്ടാൽ ഉടനെ നിവേദ്യം കഴിപ്പിക്കാഞ്ഞാൽ അത് മറഞ്ഞു പോകുമെന്നുള്ളതിനാൽ സ്വാമിയാർ മഠത്തിൽ നിന്ന് തന്നെ ഉൺകലരി, പൂവ് മുതലായ സാധനങ്ങൾ വരുത്തി പേരേപ്പറമ്പ് നമ്പൂരിയെ കൊണ്ട് നിവേദ്യം വെപ്പിച്ച് ഉടനെ ഒരു പൂജ കഴിപ്പിച്ചു. അതിൻ്റെ ശേഷം സ്വാമിയാർ ഈ വിവരം തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കൽ എഴുതി അയച്ചറിയിക്കുകയും ചെയ്തു. ഈ വർത്തമാനം കേട്ടപ്പോൾ തനിക്ക് തൃശ്ശൂർപേരൂർ വെച്ചുണ്ടായ സ്വപ്നം ശരിയായല്ലോ എന്ന് വിചാരിച്ച് തെക്കുംകൂർ രാജാവിന് വളരെ സന്തോഷമുണ്ടാവുകയും അദ്ദേഹം ഉടനെ നക്കരയിലെത്തുകയും ചെയ്തു. തമ്പുരാൻ വന്ന് നോക്കിയപ്പോൾ ശിവലിംഗവും അതിൻ്റെ മുൻവശത്തായ ഒരു വൃഷഭനും സ്വല്പം വടക്കോട്ടു മാറി വായുകോണിലായി ഒരു വെളുത്ത ചെത്തിയും മുളച്ചിരിക്കുന്നതായി കാണുകയും ഇത് തൃശ്ശൂർപേരൂർ വടക്കുനാഥൻ ഇളകൊണ്ടത് തന്നെയാണെന്നും തീർച്ചപ്പെടുത്തുകയും ചെയ്തു. പിന്നെ തെക്കുംകൂർ രാജാവ് അവിടെ 4 ഗോപുരങ്ങളും മാളികകളായിട്ടും കൂത്തമ്പലം മുതലായവയോടും കൂടി ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന ലക്ഷണങ്ങളെല്ലാം ഒപ്പിച്ച് അമ്പലം പണി കഴിപ്പിക്കുകയും നിത്യാതിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായ വകയെല്ലാം വേണ്ടുന്ന വസ്തുവകകൾ ദേവസ്വം വകയായി തിരിച്ചു വയ്ക്കുകയും ചെയ്തു. അതിൻ പ്രകാരം അവിടെ പ്രതിദിനം 5 പൂജ, 3 ശിവേലി, നവകം, പഞ്ചഗവ്യം മുതലായവയും ആണ്ടിൽ തുലാം, മീനം, മിഥുനം ഈ മാസങ്ങളിലായി 3 ഉത്സവങ്ങളും പതിവായി തീർന്നു. ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്നവയെല്ലാം ഈ ക്ഷേത്രത്തിലും ആ തമ്പുരാൻ ഏർപ്പെടുത്തി. അങ്ങനെ തിരുനക്കര ക്ഷേത്രം പ്രസിദ്ധമായി തീരുകയും ചെയ്തു. അവിടെ പേരേപ്പറമ്പ് നമ്പൂരിയെ തന്നെ ശാന്തിയുമാക്കി. ചെങ്ങഴശ്ശേരി, പുന്നശ്ശേരി ഇങ്ങനെ 2 ഇല്ലങ്ങളിലുമുള്ള മൂത്തതിന്മാരെ ദേവന്റെ പരിചാരക പ്രവൃത്തികൾക്കും സ്വാമിയാർ മഠത്തിലെ ബാല്യക്കാരായിരുന്ന നെടുമങ്ങാടൻ, പാലക്കോടൻ എന്നിവരുടെ തറവാട്ടേക്ക് ക്ഷേത്രത്തിൽ വിളിക്കപ്പെടുകയും നെല്ലുകുത്തുകയും നടത്തുന്നതിനുള്ള സ്ഥാനം കൊടുത്ത് അവരെ ആ വകയ്ക്ക് നിയമിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ദിക്കുകാർക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. തിരുനക്കര ദേശത്തും അടുത്ത പ്രദേശങ്ങളിലും നെല്ലോ സസ്യാദികളോ കൃഷി ചെയ്യാതെയാൽ എല്ലാം രാത്രികാലങ്ങളിൽ ഒരു വെള്ളക്കാള വന്ന് വേലി പൊളിച്ച് അകത്തു കിടന്ന് തിന്നു നശിപ്പിച്ചു തുടങ്ങി. ഈ കാള ആരുടെ ആണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആർക്കും നിശ്ചയമില്ല. അവനെ പിടിക്കുവാൻ കിട്ടുകയുമില്ല. നല്ല നിലാവുള്ള കാലത്ത് ദൂരെ നിന്ന് നോക്കിയാൽ അവൻ നിന്ന് തിന്നുന്നത് കാണാം. ആളുകൾ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയോ അവൻ ചാടിപ്പൊയ്ക്കളയും. ഇങ്ങനെയായിട്ട് ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ നല്ല നിലാവുള്ള കാലത്ത് തിരുനക്കര നിന്ന് ഏകദേശം 2 നാഴിക പടിഞ്ഞാറ് വേളൂർ എന്ന ദേശത്ത് ഒരു കണ്ടത്തിൽ വെച്ച് ഒരു പറയൻ ഈ കാളയെ കല്ലെടുത്തെറിയുകയും മറ്റും ചെയ്തു. ആ രാത്രിയിൽ തന്നെ ഒരു കാള തൻ്റെ അടുക്കൽ വന്ന്, അങ്ങ് ദേവന് വേണ്ടുന്നതെല്ലാം പതിച്ചുവല്ലോ, എനിക്കെന്താണ് പതിവൊന്നും വെക്കാത്തത്? ഞാൻ ആ ദേവന്റെ വാഹനമാണല്ലോ, ഞാൻ കണ്ടവരുടെ വിളവുകൾ കിട്ടുന്നത് കാലം കഴിക്കേണ്ടതായി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് നിമിത്തം ഞാനിന്ന് ഒരു പറയൻ്റെ ഏറ് കൊള്ളേണ്ടി വന്നതായിട്ടും എന്നുമെന്നും പറഞ്ഞു. ഇത് വലിയ സങ്കടം തന്നെ. തെക്കുംകൂർ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി. ഇതിനെക്കുറിച്ച് തമ്പുരാൻ പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കാണപ്പെട്ട കാള തിരുനക്കര ദേവന്റെ കാള തന്നെയാണെന്നും അതിനും കൂടി പതിവായി നിവേദ്യത്തിന് ഒരു വക വയ്ക്കേണ്ടതാണെന്നും വിധിക്കുകയും കാളയെ വേളൂർ വെച്ച് ഒരു പറയൻ കല്ലെടുത്തെറിഞ്ഞ വിവരമറിയുകയും ചെയ്യുകയാൽ തമ്പുരാൻ വേളൂർ വെച്ച് കാള ഏതു നിലത്തു നിന്ന് തിന്നുമ്പോൾ ഏറുകൊണ്ടുപോ ആ സ്ഥലം ആ വൃഷഭന്റെ നിവേദ്യം വകയായി ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുത്തു. ആ നിലത്തിനിപ്പോഴും കാളകണ്ഠം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്രകാരം ആ തെക്കുംകൂർ രാജാവ് തിരുനക്കര ക്ഷേത്രത്തിന് വേണ്ടുന്ന പുഷ്ടികളെല്ലാം വരുത്തിക്കുകയും അവിടെ തൻ്റെ തിങ്കൾ ഭജനം നിർവിഘ്നമായി നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയും അതിന് മുടക്കം വരാതെ അദ്ദേഹം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു. തിരുനക്കര ദേവന്റെ ചൈതന്യവും പ്രസിദ്ധിയും അസാമാന്യമായി വർദ്ധിക്കുകയാൽ അവിടെ അവസാനമില്ലാത്ത വഴിപാടുകൾ വന്നു തുടങ്ങി. പ്രതിദിനം 5 ആറും ചതുശതവും 8 10 10,000 മറ്റുമുണ്ടായി തുടങ്ങുകയാൽ ശാന്തിക്കും തന്നെ കൊണ്ട് മതിയാകാതെ വരികയാൽ പേരേപ്പറമ്പ് നമ്പൂതിരി തിരുനക്കര നിന്ന് 3 നാഴിക കിഴക്ക്
മാങ്ങാനം എന്ന ദേശത്തുള്ള മടിപ്പള്ളി എന്ന പേരായ ഒരു നമ്പൂരിയെ കൂടി കീഴ്ശാന്തിയായി ചേർത്തു. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ചു കാലം ശാന്തി നടത്തി പോയപ്പോഴേക്കും അതുകൊണ്ടുണ്ടായ സമ്പാദ്യ നിമിത്തം പേരേപ്പറമ്പ് നമ്പൂരിയുടെ ദാരിദ്ര്യം അശേഷം നീങ്ങുകയും അദ്ദേഹം നല്ല സമ്പന്നനായി തീരുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം ശാന്തി മടിപ്പള്ളി നമ്പൂരിയെ തന്നെ ഏൽപ്പിച്ചിട്ട് വൈക്കത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. എങ്കിലും ആ ഇല്ലത്തു നിന്ന് ഒരാൾ മാസത്തിൽ ഒരിക്കൽ തിരുനക്കര വന്ന് ഒരു ദിവസം ഒരു പന്തീരയുടെ പൂജ കഴിപ്പിക്കുക പതിവാണ്. അതിപ്പോഴും നടത്തി വരുന്നുണ്ട്. മടിപ്പള്ളി നമ്പൂതിരി ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും മുൻപതിവനുസരിച്ചുള്ള ശീവേലികൾക്ക് എഴുന്നള്ളുക മുക്തന്മാർ തന്നെയായിരുന്നു. എന്തോ കാരണവശാൽ തെക്കങ്കൂർ രാജാവിന് ഒരു മൂത്തതിൻ്റെ പേരിൽ വിരോധം ജനിക്കുകയാൽ ആ മൂത്തതിനെ വെടിവെച്ചു കൊന്ന് കളയുന്നതിന് രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. അവർ മൂത്തതെന്ന് വിചാരിച്ച് മടിപ്പള്ളി നമ്പൂരിയെ വെടിവെച്ചു കൊന്നു. അതിനാൽ ആ നമ്പൂരിയുടെ അന്തർജനം തിരുനക്കര നടയിൽ വെച്ച് പ്രാണത്യാഗം ചെയ്തു കളഞ്ഞു. അതോടുകൂടി ആ നമ്പൂരിയുടെ ഇല്ലം അന്യം നിന്ന് നിൽക്കുകയും ചെയ്തു. അന്നു മുതൽ തിരുനക്കര മതിൽക്കകത്ത് അന്തർജനങ്ങൾ കടന്നുകൂടെന്നും മൂത്തതിന്മാർ എഴുന്നള്ളിച്ചു കൂടെന്നും ഏർപ്പാട് വയ്ക്കുകയും ചെയ്തു. അത് രണ്ടു കൂട്ടവും ഇപ്പോഴും അവിടെ പതിവില്ല. തിരുനക്കര ദേവന്റെ കാളയ്ക്ക് ചില കാലങ്ങൾ നീര്, അതായത് വലിയ കുരു ഉണ്ടായി പൊട്ടുമെന്നും അത് രാജ്യത്ത് വലിയ ആപത്തുണ്ടാകുന്ന കാലങ്ങളിലാണ് പതിവുള്ളുമെന്നുമുള്ളത് പ്രസിദ്ധമാണല്ലോ. മഹാരാജാക്കന്മാർ നാട് നീങ്ങിയതായ 933, 973, 986, 990, 1004, 1022, 1036, 1055 ഈ ആണ്ടുകളിൽ ഈ കാളയ്ക്ക് നീരുണ്ടാവുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ടാണെന്നും കേട്ടിട്ടുള്ളത്. ഇങ്ങനെ നീരുണ്ടാകുന്ന കാലങ്ങളിൽ ദോഷപരിഹാർത്ഥമായി ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ ചില അടിയന്തരങ്ങൾ പതിവുണ്ട്. ആ വകയ്ക്ക് 1000 ചില്ലുവാനം പണം വീതമാണ് സർക്കാരിൽ നിന്ന് ചെലവ് ചെയ്തു വന്നത്. ജനങ്ങൾക്ക് പരിഷ്കാരവും ഈ വക സംഗതികളിൽ വിശ്വാസമില്ലായ്കയും വന്നുപോയതുകൊണ്ട് എന്തോ അവിടുത്തെ കാലങ്ങളിൽ നിന്ന് നീരുണ്ടാവുകയെന്നും പൊട്ടുകയെന്നും പതിവില്ല. ഇനിയുള്ള കാലത്ത് അതൊന്നും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 23 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 24 ഭവഭൂതി.